ഓ ഗായ്സ്, എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അതേ കണ്ട ഒരാൾ കയറിൻ്റെ അകത്ത് പൂച്ച പറ്റി കിടക്കണമെന്ന് കേട്ടിട്ടുള്ളൂ. ഇത് കണ്ട ഇനി ഇവരെ സീറ്റൊക്കെ വലിച്ച് കീറുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. ഇത് അമ്മ പൂച്ചയാണോ? റെസ്റ്റ് എടുക്കാൻ കയറി കഴിച്ചു കൊടുത്ത്. പൂച്ചക്കുട്ടീനോട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സെന്നെ പണിക്ക് കയറ്റി ഇട്ടേക്കാണ് കേട്ടോ. അതിൻ്റെ കൊണ്ടുപോകുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം പെട്ടെന്നായിരുന്നു നമ്മുടെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ വിളിച്ചേട്ടനായിരുന്നു. അപ്പം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിൻ്റെ അടുത്താണ്, അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ട് വാളാണ് എനിക്ക് പിന്നിലായിട്ട് കാണുന്നത്. ഇതല്ല, നേരെ എതിർവശത്തായിട്ട്. അപ്പം ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വർക്ക്ഷോപ്പ്, നമുക്ക് അവിടെ പോവാം. ഞാൻ വണ്ടിയുടെ പാച്ച് വർക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ കയറ്റിയാണ്. പെയിൻറ്റിങ്ങിന് ഇപ്പോൾ പെയിൻറ്റിങ് അല്ല, കാരണം പെയിൻറ്റിങ്ങിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ, പാച്ച് വർക്ക് ചെയ്യാനുള്ള ഷീറ്റ്, അതായത് ബോഡി പാർട്സ് കിട്ടുന്ന ഷോപ്പുണ്ട് എടപ്പള്ളിയിൽ, അവിടെ പോയിട്ട് ആ പാർട്സൊക്കെ വാങ്ങി വണ്ടി കയറ്റി ഇപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടൊക്കെയാണ്. എന്തായി അവിടുത്തെ പ്രോഗ്രസ് എന്നുള്ളത് പോയി നോക്കിയിട്ട് വരാം. എല്ലാവരും വരൂ ഗൈസ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ചേട്ടൻ വീട്ടിൽ ആണ് വർക്ക് ചെയ്യണേ. അപ്പോൾ ഇവിടെ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ മെഷീൻ വർക്ക് ചെയ്യണ സൗണ്ടാണ് നിങ്ങൾ കേൾക്കണത് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ അവിടെ ഒരു സാൻഡ്രോ ഇപ്പോൾ ആ ചേട്ടൻ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കാറ്, നമ്മുടെ ഏറ്റവും വീട്ടിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ആ വണ്ടിയാണ് നമ്മൾ ഇതിന് പകരമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ റണ്ണിങ്ങിലൊന്നും കുഴപ്പമില്ല, പക്ഷേ പേപ്പറൊക്കെ ഒന്നൊന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട്. റൈറ്റ് സൈഡ് കോർ ഡ്രൈവറിൻ്റെ ആ ഭാഗത്തെ ഷീറ്റ്, അതായത് കോർ ഡ്രൈവറിൻ്റെ സൈഡിലെ പ്ലാറ്റ്ഫോം പോയിരിക്കുകയാണ്. എന്തു പറയാനോ, അത് അതിനിടയിൽ കൊണ്ടുപോയിട്ട് ഞാൻ നമ്മളെ എടപ്പള്ളിയിലൊരു ടയർ ഷോപ്പിൽ കൊടുത്തിട്ട് ടയറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് 800 കിടന്ന ടയർ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട്. ഇതിൽ നൈലോൺ ടയറാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. ഇതിപ്പോൾ ടെസ്റ്റിന് കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ, ടെസ്റ്റിന് കൊണ്ടുപോകാനല്ല, ഇങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ടയറാണ്. അപ്പോൾ അത് മാറ്റിയിടാൻ വേണ്ടി ജാക്കി അവിടെ ഉണ്ടായ ആൾ കൊടുത്തത് പ്ലാറ്റ്ഫോമിലായിരുന്നു. അപ്പോൾ എന്താണ്, പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ പണ്ടേ ദുർബല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ. അതായത് ആ പ്ലാറ്റ്ഫോം തള്ളി ഉള്ളിലേക്ക് പോയി. എന്തായാലും പിന്നെ ഷീറ്റ് മാറാനുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഇഷ്യൂസിനൊന്നും പോയില്ല. ഇതേ വണ്ടിയുടെ റൈറ്റ് സൈഡ് റണ്ണിങ് മാറ്റണം. റണ്ണിങ് ബോർഡ് കണ്ടോ, റൈറ്റ് സൈഡ് കാണിച്ചു തരും. പിന്നെ അതുപോലെ കോർ ഡ്രൈവ് സൈഡ് ഷീറ്റ് മാറ്റണം. പിന്നെ കളറ് ഫെയ്ഡായി, കളറ് മാറണം. ടച്ച് ആൻഡ് പോളിഷ് ഉണ്ട്. റൈറ്റ് സൈഡാണ് കൂടുതലും പരിക്കുകൾ, അല്ലറ പരിക്കുകളൊക്കെ ഉണ്ട്. അതായത് ഡെൻ്റ് ഉണ്ട് റൈറ്റ് സൈഡ്, ബാക്കിലെ ഡോറിൻ്റെ അവിടെ ഡെൻ്റ് ഉണ്ട്, അത് നിവർത്തണം. പിന്നെ ലെഫ്റ്റ് സൈഡ് ചെറിയ മെഷീൻ വെച്ച് പുള്ളി ചെയ്തെടുക്കാൻ പറ്റുന്ന ചളുക്കുകളൊക്കെ ഉള്ളൂ. അതെല്ലാം ക്ലിയർ ചെയ്യാം. ഒന്നൊന്നായിട്ട് ഇതിൻ്റെ വീഡിയോസ് പറയാം കേട്ടോ, ചെയ്യാൻ. നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ വരും വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഓളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രസ്സുകൾ ഞാൻ പറയാം. ഞാനിപ്പോൾ പുറത്തൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ ഭയങ്കര എമൗണ്ടൊക്കെ പറഞ്ഞത്. ലിഫ്റ്റ് ചെയ്ത് മറ്റേ ഹൈഡ്രോളിക് സെറ്റപ്പൊക്കെ ഉള്ള ഹെവി വർക്ക്ഷോപ്പ്, അത് നമ്മളെ കൊണ്ട് നടപടിയാവില്ല. ഇനി ഒന്നൊന്നായിട്ട് ഒരു പ്രൊജക്റ്റ് കാറ് പോലെ തന്നെ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തെടുക്കാം. പിന്നെ ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ മാറ്റും. ഇത് തന്നെ കമ്പനി സാധനം തന്നെ, വലിയ മോഡിഫിക്കേഷനൊന്നും ചെയ്യില്ല. എല്ലാം നമ്മൾ ഫ്രഷ് സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ മേടിക്കും. ഇത് സെന്ന് മൈനറാണ് കേട്ടോ, മറ്റേ ജെല്ലി ബീൻ എന്ന് പറയുന്ന വണ്ടിയല്ല. ഓക്കെ, താങ്ക് യു.